ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ കുക്കിംഗ് വ്ളോഗാണ്. വൈകുന്നേരം ചായക്ക് ഒരു മസാല ദോശ കഴിക്കണം എനിക്ക് തോന്നുന്നുണ്ട്. കുറേ നാളായി മസാല ദോശയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ കടയിൽ പോയിട്ട് എന്തായാലും വാങ്ങിക്കൽ നടക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഉണ്ടാക്കാം. മാവ് ഇരിക്കുന്നുണ്ട്, അപ്പോൾ മസാലയ്ക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തന്നെ കഴിക്കാം എന്ന് വിചാരിച്ചു. അമ്മയൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ നല്ല ഉറക്കമാണ്. സമയം 2:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മുതൽ ഉണ്ടാക്കിയാലും നമുക്കൊരു 3:30-4 മണിയാകുമ്പോഴത്തേക്ക് നന്നായിട്ട് കഴിക്കാനുള്ളൊരു പാകം അവർ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും സർപ്രൈസായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് മാവെടുത്ത് പുറത്ത് വയ്ക്കാം, എന്നാലാണ് നമ്മുടെ മസാല ആയി വരുമ്പോഴത്തേക്കും മാവിൻ്റെ ആ തണുപ്പ് അങ്ങ് മാറുള്ളൂ. ബീട്രൂട്ടൊന്നും ചേർക്കണില്ല കേട്ടോ. നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശയിൽ ബീട്രൂട്ടൊക്കെ ചേർക്കില്ല, പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഒരു കുഞ്ഞ് ഈ മീഡിയം സൈസിലുള്ള 6 ഉരുളക്കിഴങ്ങും 2 സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് 2-3 വിസിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ഇട്ടിട്ട് കിഴങ്ങിൻ്റെ തൊലി കളയാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കോപ്പി റൈറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ഒന്നുണ്ടേ. കാരണം വേറെ ഒന്നല്ല, ഞാൻ സ്വത്തുവിന് പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടാണല്ലോ ആ സമയത്ത് ഞാൻ ആ സമയത്ത് വോൺ വോയിസ് കൊടുക്കുക ചെയ്തൊരു വീഡിയോ ആണല്ലോ. അപ്പം അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. എനിക്ക് ഈ കിഴങ്ങ് ഇങ്ങനെ ചുരണ്ടണത് തീരെ ഇഷ്ടമല്ല. ഞാൻ നൈസായിട്ട് ചെത്തിയെടുക്കും. അപ്പോൾ അത് വേഗം അടുപ്പത്ത് വയ്ക്കാം. വെറുതെ വർത്താനം കഴിഞ്ഞ സമയം കളയണ്ട. വെറുതെ വീഡിയോ ലാഗ് അടിച്ച് ഇനി ഡ്രസ്സ് ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ നമുക്ക് ലാഗ് അടിപ്പിക്കാതെ വേഗം ഉണ്ടാക്കാം. സത്യം പറഞ്ഞാൽ മസാല ദോശ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇന്നാണെങ്കിൽ ഭയങ്കര ഒരു കൊതി കഴിക്കും. ഞാൻ പണ്ടൊക്കെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടല്ലല്ലോ അപ്പോൾ ദൂരമുള്ള അമ്പലത്തിലൊക്കെ പോകുമ്പോൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ ചായ കുടിക്കാൻ കയറും. ഫസ്റ്റ് പറയാം മസാല ദോശ ഇരിക്കും. അത് എവിടെ പോയാലോ കേട്ടോ, വേറെ സ്പെഷ്യലൊന്നും ഞാൻ ട്രൈ ചെയ്യില്ല. മസാല ദോശ അതില്ലെങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഞാൻ നോക്കുള്ളൂ. അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്താ അത്ര ഇഷ്ടമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിൽ മസാല വെറുതെ ചിലർ മസാല ദോശ വാങ്ങിയിട്ട് അതിൽ മസാല കഴിക്കില്ല. ഇതെന്താണാവും. ശരിക്കും മസാല ദോശ വാങ്ങുന്ന മസാല കൂട്ടി കഴിക്കാനല്ലേ. ചിലരാണെങ്കിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ അതിൻ്റെ മസാല ഇങ്ങനെ മാറ്റി വയ്ക്കുക. എന്നാൽ പിന്നെ അവർക്ക് പ്ലെയിൻ ദോശ വാങ്ങി തിന്നാൽ പോരെ. ഇത്ര കാശ് കൊടുത്ത് മസാല ദോശ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഞാൻ മസാല ദോശ ഒന്നും എനിക്ക് ആദ്യം മസാല ഞാൻ വേഗം കഴിക്കും. എനിക്ക് ഉരുളക്കിഴങ്ങ് നല്ല ഇഷ്ടമാണ്. അതാണ് ഞാനിങ്ങനെ ഉരുണ്ട് വരണതൊന്നും. ശരിക്കും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ മണ്ണിൻ്റെ ഉള്ളിൽ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും നമ്മൾ കഴിക്കരുത്. അതിനൊക്കെ നല്ല റിച്ച് പ്രോട്ടീനുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ഉരുണ്ട് വരും. ഇതുപോലെ ഉരുണ്ട് വരും. ഞാനിപ്പോൾ ചെറിയ ഡയറ്റിലൊക്കെ തന്നെയാണ്. പക്ഷേ കൊതി തോന്നുന്നതൊക്കെ കുറച്ച് കഴിക്കാം, ഒത്തിരി കഴിക്കരുത്. ഒരു ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ മസാല കഴിച്ചത് കുഴപ്പമില്ല, പക്ഷെ നിറയെ എടുത്ത് കഴിച്ചിട്ട് കാര്യമില്ല. അത് ഞാനിപ്പോൾ എപ്പോഴെങ്കിലല്ലേ കഴിക്കുള്ളൂ നമ്മളൊക്കെ. അതുപോലെ എൻ്റെ മകൾക്ക് ഈ സാധനമൊന്നും ഇഷ്ടമല്ല. എൻ്റെ മകൾക്ക് തടി വയ്ക്കാനുള്ള ഒരു സാധനവും ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ അതൊക്കെ ഇഷ്ടമാണ്. അവളാണെങ്കിൽ എന്ത് കഴിച്ചാലും ശരീരത്തിൽ പിടിക്കുന്നില്ല. ഓരോരുത്തരുടെ ശരീരപ്രകൃതിയാണത്. എൻ്റെ അമ്മ ഉണ്ടല്ലേ, എന്ത് കഴിച്ചാലും ശരീരത്തിൽ കയറില്ല. ഇപ്പം ഒന്ന് തടി വെച്ച് വരുന്നുണ്ട്. എന്നിട്ട് തന്നെ ആ തടി അവർക്ക് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെയൊക്കെ തടി എന്താ അങ്ങനെ. അപ്പം അതൊക്കെ സംസാരിക്കുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ സ്വത്തുട്ട് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് ഓടി വരും. പിന്നെ അവൾക്ക് ഈ അടുക്കളയിലുള്ള കണ്ടപാണ്ടി സാധനങ്ങളെല്ലാം ആവശ്യം വരും. അവളും ചെയ്യില്ല, എന്നെ ചെയ്യാൻ സമ്മതിക്കില്ല. ആ ഒരവസ്ഥ വരും ലാസ്റ്റ്. പിന്നെ കുഞ്ഞു കഷ്ണം ഇഞ്ചി അടഞ്ഞ് എടുക്കണമല്ലോ, ഗ്യാസ് കയറാതിരിക്കാൻ. വെളുത്തുള്ളി നമ്മുടെ കയ്യിൽ ഇല്ല, കഴിഞ്ഞിരിക്കണ പോലെ. അപ്പോൾ ഒരു അല്ലി ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടിയാൽ ഞാൻ എടുത്തിട്ടുണ്ട്.
അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ 2-3 വിസിലിൻ്റെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവും. അപ്പോൾ അത് വേവിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ 2 സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ചൊരു കഷ്ണം ഇഞ്ചി, ഒരു അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് നൈസായിട്ട്. അതിന് ശേഷം ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നൊരു സൗണ്ട് കേൾക്കും. അത് വേറെ നല്ല നമ്മുടെ കുക്കർ വീഴുന്ന ആവി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നല്ലത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും കുറച്ച് ഉഴുന്നും നമുക്കൊരു 3 വിസിലായിട്ടുണ്ട്. ബാക്കി ഏറിയിൽ കിടന്ന് വേവട്ടെ. അപ്പോൾ നേരെ നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഉഴുന്നും വേണം, കുറച്ച് കടുക്, കുറച്ച് ഉഴുന്ന്, ഇതൊന്ന് കരിയ കൊടുക്കാം. അതിന് അതിൻ്റെ ടേസ്റ്റ് വേണം. ഈ ഒരു കളർ മതി. നമ്മൾ ഈ എരിഞ്ഞ് വെച്ച പൊട്ടം ഇടാണ്. ഈ മസാല ദോശ 8 രീതിക്ക് ഉണ്ടാക്കണം കേട്ടോ. ഇനി നന്നായിട്ട് ഉണ്ടാക്കാൻ നമ്മുടെ ആഗ്രഹവും കൊതികളൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് ഇങ്ങനെയല്ലേ തീർക്കാൻ പറ്റുള്ളൂ. കുറച്ച് ഉപ്പിടാം. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ചിട്ടില്ല, കുഞ്ഞിതായിട്ടൊന്ന് ഉടച്ചിട്ടുണ്ട്. നമ്മുടെ സവാള നന്നായിട്ട് ഫ്രൈ ആവരുത്, ഒന്ന് വെന്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കാൻ മസാല ഒന്ന് കുഴമ്പ് രൂപത്തിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത്. ഉരുളക്കിഴങ്ങ് വേവിച്ച വെള്ളം ഉണ്ടായില്ല, കുറച്ചുണ്ടായുള്ളൂ, അതാണ്. അല്ലെങ്കിൽ ആ വെള്ളം ഒഴിച്ചാൽ മതി. അവിടെ അമ്മമ്മയും മോളെന്തോ കാര്യമായിട്ട് വർത്താനം പറയുന്നുണ്ട്. അവിടെ എന്തോ കാണിക്കുന്നുണ്ട് രണ്ടാളും. കണ്ടടാ അവൾ കണ്ടടാ. എന്ത് വേണം? എന്താ വേണ്ടത്? എന്ത് വേണം പറയൂ. ആയി ഗൈസ് പറ. എന്നാ തരണമെങ്കിൽ ആയി ഗൈസ് പറയണം. അയ്യോ എന്റെ സ്റ്റിക്ക് പോണേ. എന്റെ സ്റ്റിക്ക് എടുത്തിട്ട് പോയി അവള്. അപ്പൊ സ്വത്തുവിന് ഒരു കുഞ്ഞു ദോശ ചുട്ട് കൊടുക്കാം. സ്വത്തുട്ടിക്ക് ഒരു കുഞ്ഞു ദോശ ഞാൻ അവിടെ ചുടുന്നുണ്ട്. ഇതിങ്ങനെ ഒരു പരിഭാവം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിലിട്ടിട്ട് ബാക്കി ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റിന് കുറച്ച് മല്ലിയില ഇട്ടേ, എടുക്കാൻ പറ്റില്ല. സ്വത്ത് വന്നപ്പോൾ സ്വത്തുവിന് വേഗം ദോശ കൊടുക്കുകയുണ്ടായത്. അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ റെഡി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് മസാല ദോശയാക്കാം. ഞാനൊരു തേങ്ങാ ചമ്മന്തിയും കൂടി അരച്ച്, സിമ്പിളാണ്. അതാണ് ഞാൻ റെസിപ്പി ഇടാഞ്ഞത് കേട്ടോ. തേങ്ങ പച്ചമുളക് ഉപ്പും മാത്രം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വറവിട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ മസാല ദോശ ഉണ്ടാക്കാം. നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഹോട്ടലിൽ ഉണ്ടാക്കുന്ന അത്ര വലിയ ദോശയൊന്നും നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല. അതാ ഫില്ലിംഗ് ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. തേങ്ങാ ചമ്മന്തി ഉണ്ട്. ഇനി ഒരു കട്ടൻ ചായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിക്കുമ്പോൾ കാണാം. സൂപ്പറായിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ചട്നിയൊക്കെ കൂടി കൂട്ടിയിട്ട്
സൂപ്പറാ